ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൗ ഐ മോൾഡ് മൈ കിഡ്സ്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ മക്കൾ അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വത കാണിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടികളെ മോൾഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഐ എം നോട്ട് എ പെർഫെക്റ്റ് മോം. പക്ഷേ പുറത്തുള്ളവർ കാണുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ, ഇപ്പോൾ മക്കളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഞാൻ ഈ കുട്ടികളെ ഇത്രയും മെച്ചുവേർഡ് ആക്കിയിട്ടുള്ളത് ഈ ഒരു പ്രായത്തിൽ എന്നുള്ളത്. സോ ഇന്ന് ഞാൻ അവരെ ശീലിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ആക്ച്വലി എനിക്കറിയില്ല ഇപ്പോഴും ഞാനൊരു പെർഫെക്റ്റ് മോം ആണോ എന്നുള്ളതൊന്നും. പക്ഷേ ഐ ആം ട്രൈങ്. നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും ശ്രമിക്കുന്ന ഒരു ഉമ്മയാണ്. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ മക്കളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അൽഹംദുലില്ലാ ഐ ആം ഷെയറിങ് മൈ ട്രിക്സ് വിത്ത് യു. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ, എൻ്റെ മോനാണെങ്കിലും മോളെ ആണെങ്കിലും നിസ്കരിപ്പിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറും ശ്രമിക്കാറും ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അവർ പ്രെയർ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പല ആൾക്കാർ ആരെങ്കിലുമൊക്കെ മുസ്ലിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ ബിലീവർ യു ഷുഡ് ടീച്ച് ദം ടു പ്രാക്ടീസ്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഏത് ദൈവത്തെ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. കൂട്ടത്തിൽ തന്നെ മറ്റുള്ള മതസ്ഥരുടെ ആരാധന കർമ്മങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആരാധനാ വസ്തുക്കളായിക്കോട്ടെ റെസ്പെക്ട് ചെയ്യാനും പഠിപ്പിക്കുക. അത് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ അമ്പലങ്ങളിൽ എല്ലാ പരിപാടികൾക്കും അവരുടെ കൂട്ടുകാർ പോകുന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരതിനെ എൻകറേജ് ചെയ്യാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മക്കളെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല, ഞാൻ അവരെ ഒരുപാട് ഖുറാൻ ക്ലാസ്സിലും ഇങ്ങനത്തെ കുറേ ക്ലാസ്സുകളിൽ, അതായത് കുട്ടികളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന കുറേ ക്ലാസ്സുകളിൽ നമ്മൾ ഇരുത്താറുണ്ട്. ഈവൻ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ അവർ കേൾക്കാറുണ്ട്. നമ്മൾ മറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിരുന്ന് കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കുട്ടികളുടെ ഇൽമുപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ചേഞ്ച്, അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം ഞാൻ എൻ്റെ മക്കളിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാറുണ്ട്. അവരുടെ ഗ്രോത്തിന് വേണമെങ്കിൽ, മെൻ്റൽ ഗ്രോത്തിന് വേണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർ നല്ലോണം കളിക്കും, ചളിയിൽ കളിക്കും, മണ്ണിൽ കളിക്കും. ഞാൻ ഈ സൊസൈറ്റീനെ അവരുടെ അടുത്ത് യാതൊരു തരത്തിലും പേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവർ മണ്ണിൽ കളിച്ചാലോ ചളിയിൽ കളിച്ചാലോ ഇവർ മുഷിഞ്ഞ ഡ്രസ്സായിട്ട് കളിച്ചിട്ട് വന്നാലോ ആരെങ്കിലും അവരെ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു പേടിയില്ല. അവർ ഇപ്പം തന്നെ നന്നായിട്ട് കളിക്കും, നല്ലപോലെ ഫിസിക്കലി കളിക്കും. ഓക്കെ, അപ്പോൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള കളികൾ, ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, കുട്ടികൾ തമ്മിലുള്ള ഓട്ടച്ചാട്ടം ആയിക്കോട്ടെ, അങ്ങനെ കളിക്കാൻ വേണ്ടി കുറേ ടൈം അവർ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പഠിക്കാൻ വേണ്ടി പുഷ് ചെയ്യുന്ന കാര്യത്തിൽ ഐ എം നോട്ട് എ ഗുഡ് പാരൻറ്റ്. ബിക്കോസ് ഞാൻ എൻ്റെ കുട്ടികളെ പുഷ് ചെയ്യാറേ ഇല്ല. ഐ നെവർ ഫോഴ്സ് ദം. അത് ചിലപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ കാലത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുടെയൊക്കെ ബേസിലായിരിക്കാം ഞാൻ എൻ്റെ കുട്ടികളെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്യാറില്ല. ഞാൻ അവരോട് പറയാറുള്ള കാര്യം, ക്ലാസ്സിലെടുക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം പഠിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ ആകെ അവരോട് പറയാറുള്ളത്. അല്ലാണ്ട് ഡെയിലി വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കണം, നീ പഠിച്ചേ പറ്റൂ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഐ നെവർ ഫോഴ്സ് ദം. ഞാൻ എൻ്റെ 2 മക്കളെ അത് ചെയ്തിട്ടില്ല. പക്ഷെ 2 പേരും അത്യാവശ്യം നന്നായിട്ട് എഴുതിയും വായിക്കും, അതുപോലെ മാത്സ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. ആവശ്യത്തിന് ജനറൽ നോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ ബാക്കി വീഡിയോഗ്രാഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അത്യാവശ്യം അവർ നന്നായിട്ടിരുന്ന് ചെയ്യാറുണ്ട്. അതേസമയം ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് വല്ലാണ്ടൊന്നും അറിയാറുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ആണെന്നാണ്. അതർവൈസ് അവരുടെ പുറത്തുള്ള വിവരങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ ഞാൻ വല്ലാണ്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ വേറൊരു ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അവരെ കൊണ്ട് ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട്. അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് അത് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ എന്നെ നോക്കുന്ന എൻ്റെ മക്കൾ, എനിക്ക് ഒരു നേരം വയ്യാണ്ടാവുന്ന സമയത്ത് എന്നെ നോക്കുന്നത് കണ്ടിട്ടാണ് കുറേ ആൾക്കാർ പറയാറുള്ളത്, നിൻ്റെ മക്കൾ ഭയങ്കര മെച്ചൂർഡാണ്, അവർ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ, അവരുടെ ഉമ്മയായതുകൊണ്ട് അവരെന്നെ നോക്കണു എന്നുള്ളതല്ല. അവരുടെ മുന്നിൽ ആര് വയ്യാതെ കടന്നാലും അവരവരെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യണം. അവിടെ ജാതിയോ മതമോ പ്രായമോ അല്ലെങ്കിൽ വർഗമോ ഒന്നും നോക്കാതെ, ഇപ്പോൾ ഉമ്മയാണ് ബാക്കിയുള്ളവരാണ്, ഓക്കെ ഓഫ്കോഴ്സ് ഞാൻ അവരുടെ ഉമ്മയായതുകൊണ്ട് അവർ ചിലപ്പോൾ എന്നെ കുറച്ച് നോക്കുമായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ ആരാ എന്താണെന്നൊന്നും നോക്കാതെ അവരുടെ മുന്നിൽ ആര് വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ മക്കളെ കുഞ്ഞുനാൾ മുതലേ പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവർക്ക് ആർക്ക് വയ്യാന്ന് പറഞ്ഞാലും അവർ നന്നായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കാറുണ്ട്. അതേപോലെ തന്നെ എന്നെയും ടേക്ക് കെയർ ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പം ഞാനില്ലാത്ത സമയങ്ങളിൽ ബസ്സിനെ നന്നായിട്ട് നോക്കും.
പിന്നെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ള വേറൊരു വലിയൊരു സ്കിൽ എന്ന് പറയുന്നത് ബേസിക് കുക്കിംഗ് ആണ്. അവർ ഗോതമ്പ് ദോശ ഉണ്ടാക്കും, ബ്രെഡ് ടോസ്റ്റ് ചെയ്യും, ചോറുണ്ടാക്കും, പിന്നെ ഉരുളൻകിഴങ്ങ് പൊരിക്കും, ഓംലെറ്റ് ഉണ്ടാക്കും. രണ്ടുപേരും ചെയ്യും കേട്ടോ, മോനും മോളും ചെയ്യും. ഇതിലൊന്നും ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എൻ്റെ മോള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോൻ ചെയ്യാറുണ്ട്, മോൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മോളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. ബേസിക് ആയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനുള്ള സമയത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്താണ് ഉമ്മ പിന്നെയും അത് ചെയ്യണ്ട, അത് ചെയ്യണ്ട, അമ്മാൻ്റെ കുട്ടികൾ ചെയ്യണ്ട, അങ്ങനെ പറയും. ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ മിക്കവാറും ഉമ്മ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഞാനുള്ള സമയത്ത് ഞാൻ കൂടുതലും ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാനില്ലാന്നുണ്ടെങ്കിലും ഉമ്മ മാത്രമാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ മോൻ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ക്ലോത്ത് ഇട്ടിട്ട് തിരുമ്പാറുണ്ട്. കുടിക്കാൻ കിണറ്റുന്ന വെള്ളം മോനെ കൊണ്ടുവന്ന് കൊടുത്ത് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല, അത് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ചിട്ടയാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴും ഇവരൊന്നും ഈ കാര്യത്തിലൊന്നും 100% ക്ലിയർ അല്ല. നമ്മുടെയൊക്കെ പോലെ തന്നെ ചില ദിവസം ചെയ്യും, ചില ദിവസം ചെയ്യില്ല, കുറേ ദിവസം ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും, വീണ്ടും പറയേണ്ടി വരും, ചിലപ്പോൾ നിസ്കരിക്കാൻ പറയേണ്ടി വരും, ചിലപ്പോൾ കുളിക്കാൻ പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് ഇതൊക്കെ അറിയാം. ഇവരുടെ കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി ഇവർക്ക് ഇതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾ ഈ പറയുന്ന പക്വത കേട്ടോ. എൻ്റെ മക്കളിൽ കാണുന്ന പ്രായത്തിലേറെയുള്ള പക്വത എന്ന് പറയുന്നത് ഒരു പക്ഷേ അതായിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അവർ നന്നായിട്ട് സംസാരിക്കും. ഞാൻ അവരേനെ രണ്ടുപേരോടും ഏജ് നോക്കാതെ, ഇപ്പോൾ മുതിർന്നവരോടായിക്കോട്ടെ താഴ്ന്നവരോടായിക്കോട്ടെ, ഏജ് നോക്കാതെ സംസാരിക്കാൻ പറയാറുണ്ട്. ഞാൻ ഒരിക്കലും നമ്മൾ പാരൻസ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത് കുട്ടികൾ കേൾക്കേണ്ട കാര്യമില്ല, നീ അങ്ങനെ ഞാൻ പറയാറില്ല. ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും അങ്ങനെ പറയാറില്ല, ഇത് കുട്ടികൾ കേൾക്കേണ്ട കാര്യമില്ല, നീ മാറി നിൽക്കുക എന്ന് പറയാറില്ല. അവർ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ അവരുള്ള സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പുറത്തൊരു ഡിസ്കഷൻ ഇല്ല. ആൻഡ് അതേപോലെ തന്നെ ദേ ആർ ഫ്രീ ടു ആസ്ക് എനിത്തിങ്. അവരുടെ സംശയങ്ങളൊക്കെ ഒരുപാടായിരിക്കും. എൻ്റെ മോനേക്ക് മെൻസ്ട്രേഷൻ എന്താണെന്നറിയാം, ഞാൻ എപ്പോഴും പറയാറില്ല. PMOS എന്താണെന്നറിയാം, മെൻസ്ട്രേഷൻ എന്താണെന്നറിയാം. എൻ്റെ മോൻ്റെ 4ാമത്തെ വയസ്സ് മുതൽക്ക് അവൻ എനിക്ക് പാഡ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് തരാറുണ്ട്. സോ എൻ്റെ സ്ട്രഗിൾസ് എന്താണെന്നറിയാം. എൻ്റെ മോളുടെ ഇനിയിപ്പോൾ എൻ്റെ മോള് പീരിയഡ്സ് ആവുകയാണെങ്കിൽ തന്നെ എനിക്ക് ഓക്കെയാണ്, എനിക്ക് റിലാക്സ്ഡ് ആണ്. കാരണം എൻ്റെ മോനറിയാം എൻ്റെ മോളുടെ പീരിയഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. കാരണം അവനത് എൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബഷിയാണെന്നുള്ളത്. കാരണം അവൻ നന്നായിട്ട് തന്നെ പീരിയഡ്സിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ മക്കളും അത് കണ്ടിട്ടാണ് വളരുന്നത്. ഏറെക്കുറെ നമ്മുടെ മക്കളുടെ പക്വത എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ മക്കൾക്ക് മിസ്റ്റേക്കേ പറ്റില്ല എന്നല്ല, എൻ്റെ മക്കൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. എൻ്റെ മോൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റോട് കേൾക്കുന്ന കാര്യങ്ങളാണ്, അവർ സ്വാഭാവികമായിട്ട് അത് എടുക്കും, അഡാപ്റ്റ് ചെയ്യും. ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള പിള്ളേരെ തല്ലിയിട്ടുണ്ട്, കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്, കുറേ മിസ്റ്റേക്സ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സ് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് വൺസ് പറയുമ്പം അത് തിരുത്തി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. നീ ആ തെറ്റ് ചെയ്തൂല, എന്നാൽ പിന്നെ ഞാൻ നിന്നെ തല്ലി അങ്ങോട്ട് കൊന്നേക്കാം, അങ്ങനെ ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ മാറി ഗുഡ് പാരൻറ്റിങ് എന്താണെന്നുള്ളത് പഠിച്ച് അവനെ സപ്പോർട്ട് ചെയ്ത് ഇന്ന കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും അവരെ പണിഷ് ചെയ്യില്ല എന്നല്ല കേട്ടോ, ഞാൻ പണിഷ് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ വളരെ, അതായത് ഇപ്പം നീ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ പണിഷ് ചെയ്യും എന്നുള്ളൊരു ഉത്തരം എൻ്റെ മോനോ അല്ലെങ്കിൽ മോളോ പറയുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ ഞാൻ അവരെ പണിഷ് ചെയ്യാറുള്ളൂ. ആൻഡ് അവർക്കത് അറിയാം, ഇനി അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. മാത്രമല്ല വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അവർക്ക് വരുന്ന മിസ്റ്റേക്സ് ആണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ട് തിരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളിൽ കൊടുന്നിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ മോന് ഇഷ്ടമുള്ള കാര്യം വണ്ടി, ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല, അവന് വണ്ടി ഭയങ്കര ക്രേസാണ്. അപ്പോൾ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്പോർട്സ് കാർസ്, പിന്നെന്താ BMW, കുറേ ഫാൻസി കാറുകൾ, പിന്നെ മോഡിഫൈഡ് കാറുകൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും, അതേപോലെ അവൻ അത്തരത്തിലുള്ള ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാനും, ഞാൻ അത് പറഞ്ഞപ്പോഴത് ഇതാണോ, ഇങ്ങനത്തെ കുറേ എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ അവന് ഗാർഡനിങ് ഇഷ്ടമാണ്, അപ്പോൾ കുറേ ചെടികൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അവന് മീൻ വളർത്തുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ മോൾക്ക് പറഞ്ഞാൽ ക്രോഷ്യ, ആ നൂല് വെച്ച് വലിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അത് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് ലെറ്റ് ദം ഡു. ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊക്കെ കുഞ്ഞുനാളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത്, നീ അത് പഠിക്കുക, നീ ആദ്യം അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ പഠിക്കാതെ മാർക്ക് കണ്ടില്ല അതിൽ അത്ര മാർക്ക് കമ്മിയല്ലേ, അങ്ങനെ പറയണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പഠിത്തവും വെറുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ചെയ്യാനുള്ള കാര്യങ്ങളും വെറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉപ്പാടെ സന്തോഷം കണ്ടിട്ട്, അതായത് ഞാൻ 10ാം ക്ലാസ് ജയിച്ച സമയത്തുണ്ടായിരുന്നു, എൻ്റെ ഉപ്പാടെ സന്തോഷം കണ്ടിട്ട്
പഠിക്കണം അല്ലെങ്കിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് അംബിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്നും അന്നത്തെ കാലത്ത് എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ, എന്നിട്ട് അവർക്ക് എന്താണ് അംബിഷൻ എന്ന് തോന്നുന്നത് അത് നമ്മൾ അതിലോട്ട് ലീഡ് ചെയ്യിപ്പിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കാറുള്ളത്. ഇപ്പം മെയിനായിട്ട് അവരുടെ പക്വത എന്ന് പറഞ്ഞാൽ ഐ ആം ലെറ്റിംഗ് ദം ടു ഡു. അതായത് അവർക്ക് എന്തും ചെയ്യാം. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാം. അതിലെവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവർ നമ്മുടെ അടുത്ത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതവിടെ നമ്മൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും നമ്മളാണെങ്കിലും ഈവൻ നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ പക്വതയുടെ സീക്രട്ട് എന്ന് പറയുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ അവരെ നല്ല ഫോക്കസ് ഉള്ള മക്കളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരിൽ പ്രയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് അവർ ചെയ്യാറുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്, യാത്രകൾ ചെയ്യിപ്പിക്കാറുണ്ട്, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അവരിൽ കൊടുത്തിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഒന്ന് ഡു കമൻറ്റ് ബിലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.